എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമസ്കന്ധം 3-ാം അധ്യായം ശ്ലോകം 1 തൊട്ട് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. 3-ാം അധ്യായം ശ്ലോകം 1. ജഗൃഹേ പൗരുഷം രൂപം ഭഗവൻ മഹദാദിവേ സംഭൂതം ഷോഡശക്കലമാദോ ലോകസിസൃക്ഷയാ. ജഗൃഹേ പൗരുഷം രൂപം ഭഗവൻ മഹദാദിവേ സംഭൂതം ഷോഡശകലമാദോ ലോകസിസൃക്ഷയാ. ഭഗവാൻ ഈശ്വരൻ മഹദാദിഭിഹി മഹത്വത്വം മുതലായവയാൽ സംഭൂതം സംഭവിച്ചതും ഷോഡശകലം 16 അംശങ്ങളോടുകൂടിയതുമായ പൗരുഷം രൂപം പുരുഷാവതാരത്തെ ലോകസിസൃക്ഷയാ ലോകസൃഷ്ടിക്കുള്ള ഇച്ഛ കൊണ്ട് ആദോ ഒന്നാമതായിട്ട് ജഗൃഹേ സ്വീകരിച്ചു. സൂതൻ പറഞ്ഞു, അവതാര കഥകളെ പറയണമെന്ന് ശൗനാദികൾ ചോദിച്ചതിനുള്ള ഉത്തരം 3-ാം അധ്യായത്തിൽ പറയുന്നു. അവതാരങ്ങളെ പറയാൻ ആരംഭിച്ചുകൊണ്ട് ഒന്നാമതായിട്ട് പുരുഷാവതാരത്തെ പറയുന്നു. ലോകത്തെ സൃഷ്ടിപ്പാനുള്ള ഇച്ഛ കൊണ്ട് ഭഗവാൻ മഹത്വത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രങ്ങൾ എന്നിവയോട് ചേർന്നിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, മനസ്സ്, മഹാഭൂതങ്ങൾ 5, ഇങ്ങനെ 16 അംശങ്ങളോടുകൂടിയ പുരുഷരൂപത്തെ സ്വീകരിച്ചു. വിരാട് പുരുഷനായിട്ട് ഉപാസന ചെയ്യുവാൻ വേണ്ടി ബ്രഹ്മരൂപത്തെ ഈ വിധം വർണ്ണിച്ചതാകുന്നു. വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ലോകം ഈശ്വര ശരീരമെന്നും അതിൽ ആ ലോകമാകുന്ന ശരീരത്തിൽ വിളങ്ങുന്ന ആത്മാവായ പുരുഷൻ ഈശ്വരൻ എന്നും കാണിച്ചു. ശ്ലോകം 2. യസ്യാംബസി ശയാനസ്യ യോഗനിദ്രാം വിദന്നതഃ നാഭീഹൃതാംബുജാദാസേ ബ്രഹ്മാ വിശ്വസൃജാംബതിഃ. യസ്യാംബസി ശയാനസ്യ യോഗനിദ്രാം വിദന്നതഃ നാഭീഹൃതാംബുജാദാസേ ബ്രഹ്മാ വിശ്വസൃജാംബതിഃ. അംബസി ജലത്തിൽ, ശയാനസ്യ ശയിക്കുന്നവനും, യോഗനിദ്രാം സമാധിരൂപമായ നിദ്രയെ, വിദന്നതഃ വിസ്തരിക്കുന്നവനുമായ യസ്യഃ യാതൊരുവന്റെ, നാഭിഹൃതാംബുജാത് നാഭിയാവുന്ന ഹൃദയത്തിലുണ്ടായ താമരയിൽ നിന്ന്, വിശ്വസൃജാംപതി ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ പാലകനായ, ബ്രഹ്മാവ് ആസീത് ഉണ്ടായി. പുരുഷാവതാരത്തെ സ്വീകരിച്ച ഭഗവാന്റെയും അവതാരരൂപത്തിൻ്റെയും സ്വരൂപത്തെ വിവരിക്കുന്നു. ലോകം മുഴുവനും ജലാകാരമായി പരിണമിച്ചിരിക്കുമ്പോൾ ആ കാരണജലത്തിൽ സമാധിരൂപമായ നിദ്രയെ അംഗീകരിച്ചു ശയിക്കുന്ന ഭഗവാന്റെ നാഭിയാവുന്ന അഗാധ ജലസ്ഥാനത്ത് നിന്ന് ഒരു താമരയും അതിൽ നിന്ന് ലോകസൃഷ്ടി ചെയ്യുന്ന മരീചാദി പ്രജാപതികളുടെ അധിപനായ ബ്രഹ്മാവും ഉണ്ടായി. ശ്ലോകം 3. യസ്യാവയവസ്ഥം സ്ഥാനേ കൽപ്പിതോ ലോകവിസ്തരഃ തദ്വേ ഭഗവതോ രൂപം വിശുദ്ധം സത്വമോർജിതം. യസ്യാവയവസംസ്ഥാനേ കൽപ്പിതോ ലോകവിസ്തരഃ തദേവ ഭഗവതോ രൂപം വിശുദ്ധം സത്വമോർജിതം. യസ്യ യാതൊരുവന്റെ, അവയവസംസ്ഥാനേ അവയവങ്ങളുടെ വിഭാഗങ്ങൾ കൊണ്ട്, ലോകങ്ങളുടെ വിസ്തരം, കൽപ്പിക്കപ്പെട്ടു, ഭഗവതഃ ഭഗവാന്റെ, തദ്രൂപം ആ രൂപം, വിശുദ്ധം പരിശുദ്ധമായതും, ഊർജിതം ശക്തിയേറിയതും ആയ, സ്വത്വമാകുന്നു. വൈ നിശ്ചയം. പുരുഷാവയവങ്ങൾ കൊണ്ട് 14 ഭുവനങ്ങൾ കൽപ്പിക്കപ്പെട്ടു.
ഭഗവാന്റെ ആ സ്വരൂപം രജസ് തമസ് എന്ന രണ്ട് ഗുണങ്ങളുടെ സമ്പർക്കമില്ലാത്തതും തേജോമയവുമായ ശുദ്ധസത്വമാകുന്നു. ശ്ലോകം 4. സഹസ്രവാ പശ്യന്ത്യതോരൂപമതദ്രചക്ഷുഷ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമോദശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടലോലസത് പശ്യന്ത്യതോരൂപമതദ്രചക്ഷുഷ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമാല്യംബരകുണ്ടലോലസത് സഹസ്രപാദോരുഭുജാനനാത്ഭുതം 1000 പാദങ്ങൾ, തുടകൾ, കൈകൾ, മുഖങ്ങൾ ഇവയാൽ ആശ്ചര്യമായതും സഹസ്രമൂർധശ്രവണാക്ഷിനാസികം 1000 ശിരസുകൾ, കാതുകൾ, കണ്ണുകൾ, നാസികകൾ ഇവയോടുകൂടിയതും സഹസ്രമൗല്യാംബരകുണ്ടലോലസത് 1000 കിരീടങ്ങൾ, വസ്ത്രങ്ങൾ, കുണ്ടലങ്ങൾ ഇവയാൽ ശോഭിക്കുന്നതുമായ അധരൂപം. ഈ രൂപത്തെ അദർഭചക്ഷുഷ മഹത്തായ നേത്രം കൊണ്ട് പശ്യന്തി കാണുന്നു. അനേകം പാദങ്ങൾ, തുടകൾ, കൈകൾ, മുഖങ്ങൾ ഇവയാൽ ആശ്ചര്യമായതും അനേകം ശിരസ്സുകൾ, കാതുകൾ, കണ്ണുകൾ, നാസികകൾ ഇവയോടുകൂടിയതും സഹസ്രം കിരീടങ്ങൾ, വസ്ത്രങ്ങൾ, കുണ്ടലങ്ങൾ ഇവയാൽ ശോഭിക്കുന്നതുമായ ആ പുരുഷ സ്വരൂപത്തെ യോഗികൾ ധ്യാനിക്കുന്നു, ധ്യാന നേത്രം കൊണ്ട് കാണുന്നു. ആ പുരുഷ സ്വരൂപത്തെ സ്ഥൂല സൃഷ്ടി കൊണ്ട് കാണാൻ കഴിയുകയില്ല. ശ്ലോകം 5. ഏതന്നാനാവതാരാണാം നിദാനം ബീജമവ്യയം യസ്യാം സാംശേന സൃജ്യന്തെ ദേവതേര്യജ്ഞരാദയ. ഏതന്നാനാവതാരാണാം നിദാനം ബീജമവ്യയം യസ്യാം സാംശേന സൃജ്യന്തെ ദേവതേര്യജ്ഞരാദയ. ഏതത് ഇത് നാനാവതാരാണാം അനേകാവതാരങ്ങളുടെ നിധാനം ഇരിപ്പിടവും അവ്യയം നാശമില്ലാത്തതുമായ ബീജം ഉൽപ്പത്തിസ്ഥാനവുമാകുന്നു. യസ്യ യാതൊരുവന്റെ അംശാംശേന അംശാംശം കൊണ്ട് ദേവതിര്യഗ്മാദയം ദേവതിര്യഗ്നരാദയം ദേവന്മാർ, തിര്യക്കുകൾ, മനുഷ്യർ മുതലായവർ സൃജ്യന്തം സൃഷ്ടിക്കപ്പെടുന്നു. ആദിനാരായണ രൂപം അനേകാവതാരങ്ങളുടെ ഇരിപ്പിടവും എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനവും ഏതുകാലത്തും നശിക്കാത്തതുമായ ബീജവുമാകുന്നു. ഈ ഭഗവാന്റെ അംശഭൂതനായ ബ്രഹ്മാവിൽ നിന്നുണ്ടായ മരീചി മുതലായ പ്രജാപതികളിൽ നിന്ന് ദേവന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ മുതലായ പ്രാണിവർഗങ്ങൾ ലോകത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശാന്തി ശാന്തി ശാന്തി.